إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്നേഹത്തിന്റെ മതമായ ഇസ്ലാം സ്നേഹത്തിന് വലിയ പ്രാധാന്യവും പ്രത്യേകതയും നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഖുർആനിന്റെ 100-ലധികം സ്ഥലങ്ങളിൽ സ്നേഹത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. സ്നേഹത്തിന് പല നിലകളും പദവികളുമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും സ്നേഹിക്കേണ്ടതുണ്ട്, പലരെയും നമ്മൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ആ സ്നേഹങ്ങളെല്ലാം വ്യത്യസ്തമാണ്, വ്യതിരിക്തമാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്ന രീതിയിലല്ല നമ്മുടെ ഭാര്യയെ നാം സ്നേഹിക്കുന്നത്, നമ്മുടെ ഭാര്യയെ നാം ഇഷ്ടപ്പെടുന്നത് പോലെ സ്നേഹിക്കുന്നത് പോലെയല്ല നമ്മുടെ ഗുരുനാഥന്മാരെ നാം ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്. നമ്മുടെ ഗുരുനാഥന്മാരെ നാം ഇഷ്ടപ്പെടുന്നത് പോലെയല്ല നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ പിഞ്ചോമന മക്കളെ നാം സ്നേഹിക്കുന്നത്. ഈ സ്നേഹത്തിനെല്ലാം വ്യത്യാസമുണ്ട്, ഇതിലെല്ലാം ഒരു വ്യതിരക്തതയുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയോ അതല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ ഭാര്യയെയോ അയൽവാസികളെയോ നാട്ടുകാരെയോ ഒന്നുമല്ല. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്
യാതൊരുവിധ തർക്കവുമില്ലാത്ത സംഗതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആയിരിക്കണം ഒരു വിശ്വാസി ഇഷ്ടപ്പെടേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ച് പുലർത്തുന്നത്, വിശ്വാസികൾ അവരുടെ ഹൃദയഭിത്തികളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം വെച്ച് പുലർത്തുന്നത് ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട്. അല്ലാഹുവിനെ ആയിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്. റബ്ബിനെ ആയിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ആ റബ്ബ് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസി ഇഷ്ടപ്പെടേണ്ടതും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും സംശയമില്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ അല്ല. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ പലരും ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാറുള്ള ഒരു വിഷയമാണിത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെപ്പോലെയുള്ള കേവലം ഒരു മനുഷ്യനാണ് എന്ന ആരോപണം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണത്തിന്റെ സഹയാത്രികരോ അതിന്റെ പ്രചാരകരോ ആയ വിശ്വാസികൾ ഒരിക്കലും മാറാൻ പാടില്ല. കാരണം ജിബ്രീൽ എന്ന മലക്ക് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ച വളരെ മഹാനായ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകൻ ഒരിക്കലും ഒരു സാധാരണക്കാരനെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ മാനുഷികമായ ചില ഘടകങ്ങൾ, മാനുഷികമായ അവസ്ഥകൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഘട്ടങ്ങളിലും സങ്കടപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഘട്ടങ്ങളിലും വേദനിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ എറിഞ്ഞാട്ടിയപ്പോൾ പ്രവാചകന്റെ കാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയിട്ടുണ്ട്. ഇങ്ങനെ മാനുഷികമായി നമ്മൾ അനുഭവിക്കുന്ന രീതിയിലുള്ള വ്യതകളും വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മാനുഷികമായ ദാഹവും അതുപോലെ തന്നെ വിശപ്പും അതുപോലെ തന്നെ പ്രയാസങ്ങളും നമ്മെപ്പോലെ അഷ്റഫുൽ ഖൽഖും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഖുർആനിലും അതുപോലെ തന്നെ സുന്നത്തിലും ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേവലം ഒരു സാധാരണക്കാരനായി കാണാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടണം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. എങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പ്രവാചകരെ അങ്ങ് സമുദായത്തെ ഉണർത്തണം, അങ്ങ് ജനങ്ങളോട് ഉത്ബോധനം നടത്തണം. എന്താണ് ഉത്ബോധനം നടത്തേണ്ടത്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം, നിങ്ങൾ എന്നെ അനുസരിക്കണം, നിങ്ങൾ എന്റെ ജീവിതം പിൻപറ്റണമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെയെങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കും. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ റബ്ബ് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പൊറുക്കുന്നവനാണ്, പരമകാരുണ്യകനാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ ആ പ്രവാചകനെ അംഗീകരിക്കണം, ആ പ്രവാചകന്റെ പാത പിൻപറ്റണം, ആ പ്രവാചകനെ സ്നേഹിക്കണം. അപ്പോഴാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ചവരായി മാറുകയുള്ളൂ. ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹുവിനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും പരസ്പര ബന്ധിതമാണ്. അല്ലാഹുവിനോടുള്ള സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും
വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സ്നേഹിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പറഞ്ഞ വാചകങ്ങളുണ്ട്. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നെ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പ്രവാചകരെ അങ്ങയെയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശരിവെച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ഉമറേ, നിന്റെ വാക്കുകൾ ശരിയായിട്ടില്ല, നിന്റെ വർത്തമാനം ശരിയായിട്ടില്ല ഉമറേ, നിന്റെ സമീപനം, നിന്റെ നിലപാട് ശരിയല്ല. നീ നിന്നേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, എന്നാൽ എന്നെക്കാളും എനിക്കിഷ്ടം പ്രവാചകരെ അങ്ങയെയാണ്. ഈ ദുനിയാവിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ് റസൂലേ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹുൽ ആൻ, ഉമറേ, ഇപ്പോഴാണ് ശരിയായത്, ഇപ്പോഴാണ് കാര്യം ശരിയായത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇഷ്ടപ്പെടണം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം അല്ലാഹുവിന്റെ റസൂലിനെ. അവിടത്തോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയത്തിലില്ലാതെ ഒരിക്കലും നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഒരിക്കലും നമ്മൾ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു വസ്തുതയാണ്. നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകന്റെ സ്വഹാബത്ത്, പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്തവർ, അതുപോലെ തന്നെ പ്രവാചകനെ സ്നേഹിച്ചവർ, പ്രവാചകന്റെ കൂടെ ഭക്ഷണം കഴിച്ചവർ, പ്രവാചകന്റെ കൂടെ ദഅവാ പ്രവർത്തനങ്ങളിൽ സംബന്ധിച്ചവർ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകനെ മറഞ്ഞിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയില്ലാത്ത ഒരു സെക്കൻഡ് പോലും സങ്കല്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അത്രത്തോളം പ്രവാചകനെ കാണാൻ കൊതിച്ച, പ്രവാചകന്റെ സാമീപ്യം ഇഷ്ടപ്പെട്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരവും അവിടുത്തെ വാക്കും അവിടുത്തെ നോക്കും ഇഷ്ടപ്പെട്ട സ്വഹാബത്തിനെ താരീഖിന്റെ കിതാബുകളിൽ നിന്ന് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ വായിക്കുന്നു, പ്രവാചക സ്നേഹത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പ്രഗത്ഭനായ ഒരു സ്വഹാബിയെ പറ്റി. ആരാണ് സ്വഹാബി? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു. വളരെ പ്രഗത്ഭനായ പ്രസിദ്ധനായ ഒരു സ്വഹാബിയാണ്. അദ്ദേഹം വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. അദ്ദേഹത്തെ വളരെ സങ്കടപ്പെട്ട അവസ്ഥയിൽ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ ഏതാനും ദിവസങ്ങളായി സ്വഹാബത്ത് കാണാനിടയായി. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മെലിഞ്ഞു വരികയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ ദുഃഖിതനായി അവിടുത്തെ സ്വഹാബത്ത്, അവിടുത്തെ സഖാക്കൾ കാണുകയാണ്. ഒരിക്കൽ സൗബാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോ അവിടെ നിന്ന് അന്വേഷിക്കുകയാണ്, എന്താണ് കാര്യം, എന്താണ് ഇങ്ങനെ വിഷമിക്കാനുള്ള കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ പലരോടും സൗബാന്റെ വിഷമം, സൗബാന്റെ പ്രയാസം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുമ്പോൾ ഒരു ദിവസം സൗബാൻ റളിയല്ലാഹു അൻഹു ഓടിക്കിതച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് അങ്ങയെ വലിയ ഇഷ്ടമാണ്. പ്രവാചകരെ, എന്റെ ഹൃദയത്തിൽ അങ്ങയോടുള്ള സ്നേഹം ധാരാളമാണ്. പ്രവാചകരെ, എനിക്കത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. പ്രവാചകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പുഞ്ചിരിച്ചു. തുടർന്ന് സൗബാൻ പറഞ്ഞ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയനങ്ങൾ നനയിപ്പിച്ചു. എന്താണ് സൗബാൻ പറഞ്ഞത്? പ്രവാചകരെ, ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരാശ്വാസമുണ്ട്. അങ്ങയുടെ വീട്ടിലേക്ക് ഞാൻ കടന്നു വന്നാൽ, അതല്ലെങ്കിൽ ഞാൻ പള്ളികളിലേക്ക് കടന്നു വന്നാൽ, പ്രവാചകരെ, അങ്ങയെ കാണാമല്ലോ, അങ്ങയുടെ സുന്ദരമായ വദനം എനിക്ക് ദർശിക്കാമല്ലോ പ്രവാചകരെ. എന്നാൽ എനിക്ക് ചില സമയങ്ങളിൽ ചില സങ്കടമുണ്ട്, ചില സന്ദർഭങ്ങളിൽ ഒരു പ്രയാസം എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സൗബാൻ, എന്താണ് നിന്റെ പ്രശ്നം, എന്താണ് നിന്റെ പ്രയാസം? ഈ സമയത്ത് സൗബാന്റെ പ്രതികരണം, നബിയെ, ഞാൻ ഒറ്റക്കിരിക്കുമ്പോ, ഏകനായി എന്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോ പ്രവാചകരെ, അങ്ങയുടെയും എന്റെയും മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി പ്രവാചകരെ. ഈ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, സൗബാൻ, ഞാനും മരിക്കും സൗബാൻ,
നീയും മരിക്കും സൗബാൻ, അതുകൊണ്ട് നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഈ സമയത്ത് റസൂലുള്ളാഹിയോട് സൗബാൻ പറയുകയാണ്, പ്രവാചകരെ, അങ്ങ് ഉന്നതരിൽ ഉന്നതരാണ്, മനുഷ്യരിൽ ശ്രേഷ്ഠരാണല്ലോ പ്രവാചകരെ. ഞാനും അങ്ങയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി. നാളെ പാരത്രിക ലോകത്ത് ലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറാവൻ സഭയിലെത്തി ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, ഒരു വിഭാഗം ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോയി. ഇനി ഞാൻ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ തന്നെ അങ്ങയെ കാണാൻ സാധിക്കുമോ പ്രവാചകരെ? അങ്ങ് ഉന്നതമായ ഉദാത്തമായ ദർജയിലായിരിക്കില്ലേ പ്രവാചകരെ? ഈ ഒരു സങ്കടമാണ്, ഈ ഒരു പ്രയാസമാണ് പ്രവാചകരെ ദിവസങ്ങളായി എന്നെ അലട്ടുന്നത് പ്രവാചകരെ. ആ സ്വർഗത്തിൽ ഈ പാവപ്പെട്ടവനെത്തപ്പെട്ടാൽ പ്രവാചകരെ അങ്ങേ അവിടെ നിന്ന് കാണാൻ സാധിക്കുമോ എന്ന വേദനയാണ് പ്രവാചകരെ. എന്റെ ശരീരം ഇങ്ങനെ മെലിയുവാനുള്ള കാരണമെന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖായ മുത്ത് അതിനോട് പ്രതികരിക്കാൻ സാധിക്കാതെ പ്രവാചകൻ പകച്ചു നിൽക്കുമ്പോൾ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഈ സമയത്ത് അവിടെ നിന്ന് ഓതിക്കൊടുക്കുകയാണ്. എന്താണ് ഓതിക്കൊടുക്കുന്നത്? വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖാ. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയാൽ, പ്രവാചകനെ അനുധാവനം ചെയ്താൽ, അവര് നാളെ പാരത്രിക ലോകത്ത് സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും. ആ പ്രവാചകന്മാർ, ആ സിദ്ദീഖുകൾ, ആ ശുഹദാക്കൾ, വഹസ്ന ഉലൈക റഫീഖാ, എത്ര നല്ല കൂട്ടുകാരാണ്, എത്ര നല്ല സ്നേഹിതരാണെന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം കേൾക്കുമ്പോൾ മഹാനായ സൗബാന്റെ മുഖം സന്തോഷഭരിതമാവുകയാണ്. മഹാനായ സൗബാന്റെ ഹൃദയം സന്തോഷം നിറഞ്ഞതാവുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ആലോചിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലെത്തപ്പെടുമോ? നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണോ? അതിനാത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. പോരാ, നേരെ മറിച്ച് വമൻ യുതിഇല്ലാഹ വർ-റസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെയും അവിടുത്തെ പ്രവാചകനെയും അനുസരിച്ചാൽ, ആ വചനം നമ്മുടെ മനസ്സിൽ കുത്തിവെക്കേണ്ട വചനമാണ്. കാരണം ഇന്ന് അല്ലാഹുവിനെ അംഗീകരിക്കാൻ, പ്രവാചകൻ അനുകരിക്കാൻ ആളുകൾ തയ്യാറല്ല. ആളുകൾ കാലകളുടെ പിന്നാലെ പോവുകയാണ്, ആളുകൾ കീലകളുടെ പിന്നാലെ പോവുകയാണ്, ആളുകൾ നൂലാമാലകളുടെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. ആ ഒരു വാദത്തിലൊരിക്കലും നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് എന്റെ റബ്ബ് എന്താണ് പറഞ്ഞത്, എന്റെ റസൂൽ എന്താണ് പറഞ്ഞത്, അവിടെ ഞാൻ ഉറച്ചു നിൽക്കും. കാരണം എന്താണ്? ആ പ്രവാചകന്റെ കൂടെ, അതുപോലെ തന്നെ ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ എനിക്ക് സ്വർഗം എത്തിപ്പിടിക്കണം, ആ സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കണം എന്നാത്മാർത്ഥമായി നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു, പ്രവാചകനെ ഇഷ്ടപ്പെടണം, പ്രവാചകനെ സ്നേഹിക്കണം. നമ്മുടെ കച്ചവടമാണ്, അതല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങളാണ്, അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സാണ്, അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ സമ്പത്താണ് നമുക്ക് പ്രിയപ്പെട്ടതെങ്കിൽ ഇല്ല, ഒരിക്കലും നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. യാതൊരുവിധ സംശയവുമില്ല. നമ്മൾ കച്ചവടത്തെ ഇഷ്ടപ്പെടണം, നമ്മുടെ വീട് നമുക്ക് ഇഷ്ടപ്പെടാം, നാം ഓടിക്കുന്ന വാഹനം നമുക്ക് ഇഷ്ടപ്പെടാം, നമ്മുടെ ഭാര്യയെ നമ്മൾ ഇഷ്ടപ്പെടണം, മക്കളെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടണ്ട എന്നല്ല ഇപ്പറഞ്ഞത്, നേരെ മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകനെക്കാളും അല്ലാഹുവിനെക്കാളും ഇതൊന്നും നമുക്ക് വലുതായി തോന്നാൻ പാടില്ല. അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്, അതല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നമ്മുടെ ജോലി തടസ്സമാകാൻ പാടില്ല, നമ്മുടെ മക്കൾ പ്രതിബന്ധമാകാൻ പാടില്ല, നമ്മുടെ മക്കൾ അവിടെ കീറാമുട്ടികളാകുന്ന സാഹചര്യം ഉണ്ടാകരുത്. എനിക്കെല്ലാത്തിനും താല്പര്യമുണ്ട്, ദീനീ വിഷയങ്ങളിൽ ഇടപെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ചില പ്രയാസങ്ങളുണ്ട് വീട്ടിൽ, അതിന് ചില ചുറ്റുപാട് സാഹചര്യമൊന്നും ഒത്തിണങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കാരണങ്ങൾ നിരത്തി ദീനിയായ പാതയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച് ആ പ്രവാചകന്റെ കൂടെ നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലെത്തിപ്പെടുമെന്ന് ഞാനും നിങ്ങളും ഒരിക്കലും പ്രിയപ്പെട്ടവരെ വ്യാമോഹിച്ചു പോകരുത്. പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടണം. പ്രവാചകനെ സ്വന്തം മകനേക്കാളും ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ? സ്വന്തം ഭാര്യയെക്കാളും സ്വന്തം ഉപ്പയെക്കാളും പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ മുൻഗാമികളുടെ കൂടെ
അവര് പ്രവേശിച്ച സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. യാതൊരുവിധ സംശയവുമില്ല. നമുക്കറിയാം, ഉഹദ് യുദ്ധം നടന്നു കഴിഞ്ഞു. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ ഒരുപാട് തെറ്റിദ്ധാരണകൾ പ്രചരിക്കപ്പെട്ടു. എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിന്റെ രണഭൂമിയിൽ വധിക്കപ്പെട്ടു എന്ന ഒരു കുപ്രചാരണം നാടുനീളെ കൊടുങ്കാറ്റ് പോലെ പ്രചരിക്കുകയുണ്ടായി. ഈ സമയത്ത് പല ആളുകളും അത് വിശ്വസിച്ചു. അതിന് പ്രത്യേകമായൊരു കാരണമുണ്ട്. താരീഖിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. പ്രവാചകനുമായി രൂപസാദൃശ്യമുണ്ടായിരുന്ന മിസ്അബ് മരണപ്പെട്ടപ്പോ പല ആളുകളും വിചാരിച്ചു പോയി, പല ആളുകളും ധരിച്ചു വശായി അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. അങ്ങനെ പ്രചാരണങ്ങൾ ശക്തിപ്പെട്ടപ്പോ താരീഖിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ഒരു അൻസാരി വനിത ദുഃഖിതയായി യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ആളുകളെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ്. യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഒരാളുക നടന്നു വരികയാണ്. ഈ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു ആരോട്? ഈ അൻസാരി വനിതയോട് പറയുകയാണ്, ഉഹദ് യുദ്ധം കഴിഞ്ഞു, ഇതാ ഈ യുദ്ധത്തിൽ അങ്ങയുടെ മകൻ കൊല്ലപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ആ സ്ത്രീയുടെ പ്രതികരണം എന്താണ്? ആ സ്ത്രീ കരയുകയല്ല, ആ സ്ത്രീ വിതുമ്പുകയല്ല, നേരെ മറിച്ച് ആ സ്ത്രീ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് സംഭവിച്ചത്? അതാണ് എനിക്കറിയേണ്ടത് എന്നാണ് ആ സ്ത്രീ ചോദിക്കുന്നത്. രണ്ടാമതായി ഒരാൾ കടന്നു വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പ മരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് പറയുന്നത് എന്റെ ഉപ്പയുടെ വിഷയമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് സംഭവിച്ചത് അതാണ് എനിക്കറിയേണ്ടത്. വേറെ ഒരാൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട് കേട്ടോ, എന്റെ ഭർത്താവിന്റെ വിഷയമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് സംഭവിച്ചത് അതാണ് എനിക്കറിയേണ്ടത്. അതാ വേറെ ഒരാൾ കടന്നു വന്നുകൊണ്ട് അങ്ങയുടെ സഹോദരൻ മരിച്ചു എന്ന് പറയുമ്പോൾ, അവിടുത്തെ സഹോദരൻ മരിച്ചു എന്ന് പറയുമ്പോൾ എന്റെ സഹോദരന്റെ വിഷയമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയം എന്താണ് അതാണ് എനിക്കറിയേണ്ടത്. സഹോദരങ്ങളെ, സ്വന്തം സഹോദരനേക്കാളും സ്വന്തം ഭർത്താവിനേക്കാളും സ്വന്തം മകനേക്കാളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനുള്ള വിശാല മനസ്ഥിതി ഉണ്ടായി എന്ന് മാത്രമല്ല, അങ്ങനെ സ്നേഹിച്ചു ലോകത്തിന് മാതൃകയായവർ നമ്മുടെ മുമ്പേ നടന്നുപോയി, നമ്മുടെ മുമ്പേ അവർ കഴിഞ്ഞുപോയി. അതുകൊണ്ട് അവരുടെ പാതയിലൂടെ കടന്നു പോകാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം. എന്റെ ഭാര്യയെക്കാളും എന്റെ മക്കളെക്കാളും എന്റെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും ഉറപ്പാണ് എനിക്കിഷ്ടം, ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണെന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് അനുഗ്രഹമാണ്. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്തതാണ്. ലോകർക്ക് അനുഗ്രഹമായി കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകനെ നാം നിയോഗിച്ചിട്ടില്ല. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും അനുഗ്രഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, സൂറത്ത് യൂനുസിന്റെ 57-58 വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, എന്തേ പ്രവാചകൻ ലോകത്തിന് അനുഗ്രഹമാകാനുള്ള കാരണം, എന്തേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കാനുള്ള കാരണം. ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സംസാരിച്ചവർ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പ്രതിപാദിച്ചവരൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അടക്കം എടുത്തു മറിച്ചാൽ നമുക്ക് വായിക്കാൻ സാധിക്കും, പ്രവാചകരെ പറ്റി പരാമർശിക്കവേ, മുഹമ്മദ് ഈസ് ദി മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ഓൾ റിലീജിയൻസ് പേഴ്സണാലിറ്റീസ് ഓഫ് ദി വേൾഡ്. ലോകത്തിലെ മത നേതാക്കളിൽ വെച്ച് ഏറ്റവും ഉന്നതനായ വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക രേഖപ്പെടുത്തി. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൊടുവാൾ കാട്ടി, അതല്ലെങ്കിൽ വാള് കാട്ടി ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ലോകത്തിൽ വിപ്ലവം ഉണ്ടാക്കിയ പ്രവാചകനല്ല. നേരെ മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറയുടെ ഘോരാന്ധകാരത്തിൽ നിന്നുയർന്ന ആ ദിവ്യപ്രകാശമുണ്ടല്ലോ, ജിബ്രീൽ എന്ന മലക്ക് മുഖേന ലോകർക്ക് മുഴുവനായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ സന്ദേശമുണ്ടല്ലോ, ആ പ്രൗഢമായ ആ ജാജുല്യ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പഠിച്ചു, വിലയിരുത്തി, അത് കൃത്യമായി മനനം ചെയ്ത് അത് ആളുകൾക്കിടയിൽ പ്രബോധനം ചെയ്തപ്പോഴാണ് സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഉത്തമനായത് എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം.
മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ, പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പഠിപ്പിച്ച ഖുർആൻ, ആ ഖുർആൻ നമ്മൾ വായിക്കണം, ആ ഖുർആൻ നമ്മൾ പഠിക്കണം. കാരണം എന്താണ്? സൂറത്ത് യൂനുസിലെ 57-58 വചനങ്ങൾ നമ്മൾ പഠിക്കണം. എന്തേ? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ജനങ്ങളെ, നിങ്ങളിൽ നിന്നുള്ള, അല്ലാഹുവിങ്കൽ നിന്നുള്ള കൃത്യമായ സന്ദേശം, കൃത്യമായ ഉപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഖുർആൻ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളെ കാർന്നു തിന്നുന്ന, നിങ്ങളുടെ ഹൃദയങ്ങളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ അസുഖങ്ങൾക്കുമുള്ള ചികിത്സ അതിലുണ്ട്. വഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ, അതെന്താണ്? ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ഹുദയാണ്, അതുപോലെ തന്നെ റഹ്മത്താണ്, കാരുണ്യമാണ്. അത് 57-ാമത്തെ ആയത്താണ്. 58-ാമത്തെ ആയത്ത് അതിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അതുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണത്. അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഏതുകൊണ്ട്? ഈ ഖുർആൻ കൊണ്ട്. ഈ ഖുർആൻ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. ഈ ഖുർആൻ കൊണ്ട്, ഈ ദിവ്യപ്രകാശം കൊണ്ട്, ഈ ജാതുല്യ പ്രകാശം കൊണ്ട് അവർ സന്തോഷിക്കണം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ഈ ഖുർആൻ അവരുടെ കൈകളിൽ എത്തപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവർ സന്തോഷിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ പറയാ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സ്വത്തുണ്ടല്ലോ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഉത്തമമാണത്. ഏത്? ഈ ഖുർആൻ, ഈ ഫള്, ഈ അനുഗ്രഹം. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിന്റെ അനുയായികളായി, ഖുർആന്റെ അനുയായികളായി അവസാനത്തെ ശ്വാസം നിലക്കുന്നത് വരെ ഈ പ്രമാണം മുറുകെ പിടിച്ച് ഖുർആനാകുന്ന, അതുപോലെ പ്രവാചക വചനങ്ങളാകുന്ന ആ വഹീന്റെ സന്ദേശങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവിടുത്തെ ഖൗലുകൾ, അവിടുത്തെ വാക്കുകൾ, അതുപോലെ തന്നെ അവിടുത്തെ ഫിഅലുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ തഖ്രീർ, അവിടുത്തെ മൗനാനുവാദം. പ്രവാചക സന്നിധിയിൽ വെച്ച ഒരാൾ ഒരു കാര്യം ചെയ്തു, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് എതിര് പറഞ്ഞില്ല. ഇതാണ് മൗനാനുവാദം. ഈ കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഈ മാതൃകയിലുള്ള വിഷയങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത്. ഇതിനപ്പുറത്ത് എന്ത് കടന്നു വന്നാലും ശരി, ആര് കൊണ്ടുവന്നാലും ശരി, അത് അംഗീകരിക്കേണ്ട ബാധ്യത വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ആർക്കുമില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം എന്താണ്? എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊണ്ടുവന്നത്, ഫഖുദു, അത് നിങ്ങൾ സ്വീകരിക്കണം. എന്താണോ പ്രവാചകൻ വിരോധിച്ചത്, അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി ലോകത്ത് ഉലമാക്കളിലെ ഉണ്ട്, ലോകത്ത് പണ്ഡിതന്മാരിലെ ഉണ്ട്, അഗ്രേസരന്മാരായ പണ്ഡിതർ ലോകത്തുണ്ട്. പക്ഷെ അവരെല്ലാവരും പറഞ്ഞു വെച്ചൊരു സംഗതി ഞാനും നിങ്ങളും ഗൗരവമായി കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, പ്രഗത്ഭനായ പണ്ഡിതനാണ്, ആലിമാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഗതിയുണ്ട്, എന്ത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ ഖബറിൽ കിടക്കുന്ന അഷ്റഫുൽ ഖൽഖായ മുത്തിനു മാത്രമേ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ തെറ്റുപറ്റാതിരിക്കുകയുള്ളൂ എന്ന്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമേ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിലും ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിലും തെറ്റുകൾ സംഭവിക്കാതിരിക്കുകയുള്ളൂ. ബാക്കി ലോകത്തുള്ള എല്ലാ ആളുകൾക്കും തെറ്റുപറ്റും. ലോകത്ത് എത്ര വലിയ ആലിമാകട്ടെ, എത്ര വലിയ പണ്ഡിതരാവട്ടെ,
അവർക്ക് തെറ്റുകൾ പറ്റുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് ദീനീ വിഷയങ്ങൾ നാം ഉൾക്കൊള്ളുമ്പോഴും ആ കാര്യങ്ങൾ അല്ലാഹുവും പ്രവാചകനും പഠിപ്പിച്ചതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്താൻ ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ബിദ്അത്തുകൾ, അനാചാരങ്ങൾ കടന്നു വരാൻ പാടില്ല. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ എന്റെ സുന്നത്തുകൾ അവഗണിച്ച്, എന്റെ ദീനിനെ അവഗണിച്ച്, ഞാൻ പഠിപ്പിച്ച കൃത്യമായ മാർഗദർശനത്തെ അവഗണിച്ചുകൊണ്ട് അതിനെ പുച്ഛിച്ച് തള്ളിയേറ്റ് ബിദ്അത്തുകൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ബിദ്അത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അവർക്ക് നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധ്യമല്ല. ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കാതെ അതിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണത്? ജീവിതത്തിൽ ബിദ്അത്തുകൾ ചെയ്ത ആളുകളാണ്. ബിദ്അത്തുകൾ ചെയ്ത ആളുകളാണ്. സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ബിദ്അത്ത് കടന്നു വരാൻ പാടില്ല. ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങളെ. നമ്മളെല്ലാവരും അവിടെ എത്തി ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് തടസ്സമാകുന്ന ഒരു അമൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടങ്ങളിലും കടന്നു വരാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞല്ലോ, ഹൗദി മസീറത്തു ശഹരിൻ മാഉഹു അബിയദു മിനൽ ലബൻ വരീഹുഹു അത്യബു മിനൽ മിസ് വകീസാനുഹു കന്നുജൂമിസ് സമാ മൻ ശരിബ മിൻഹാ ഫലാ യദ്ബഉ അബദാ. റസൂൽ പഠിപ്പിക്കുകയാണ്, ഹൗദി മസീറത്തു ശഹരിൻ, എന്റെ ഹൗദിന് ഒരു മാസത്തെ യാത്രാ ദൈർഘ്യമുണ്ട്. മാഉഹു അബിയദു മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, അതിന്റെ ഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. വകീസാനുഹു കന്നുജൂമിസ് സമാ, അതിലെ ചഷകങ്ങൾ വാനലോകത്ത് വാരി വിതറപ്പെട്ട നക്ഷത്രങ്ങൾക്ക് സമാനമാണ്. മൻ ശരിബ മിൻഹാ ഫലാ യദ്മഉ അബദാ, അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഇല്ല ഒരിക്കലും അവന് ദാഹിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ബിദ്അത്ത് കടന്നു വരാൻ പാടില്ല. നമ്മുടെ റോൾ മോഡൽ, നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ ഘട്ടങ്ങളിലും ഒരു സുന്നത്ത് പോലും നിസാരമായി പ്രിയപ്പെട്ടവരെ നമ്മൾ കാണാൻ പാടില്ല. താടി വളർത്തുന്ന ഒരു സംഗതി അത് പ്രവാചക സ്നേഹമാണ്. ഒരാൾ താടി വളർത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സിനിമയിൽ കണ്ട് താടി വളർത്തുന്നതല്ല, ഏതെങ്കിലും നടൻ താടി വെച്ചപ്പോൾ താടി വെച്ചതല്ല. നേരെമറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താടി വെച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ആ സുന്നത്ത് നടപ്പിലാക്കാൻ, ആ സുന്നത്ത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരാളെ താടി വെച്ചാൽ 24 മണിക്കൂറും അയാൾക്ക് കൂലിയാണ്. അതുപോലെ ചെരുപ്പ് ധരിക്കുമ്പോ വലത് ഭാഗം ധരിക്കുക, വലതിനെ മുന്തിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ വലത് കൈ കൊണ്ട് കുടിക്കുക. ഒക്കെ സുന്നത്താണ്. ഇങ്ങനെ എത്രയെത്ര സുന്നത്തുകൾ, എത്രയെത്ര നന്മകൾ നമ്മൾ കേട്ടു, നമ്മൾ കേൾക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാതെ പോകുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യുക, കൂടുതൽ സൽപ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഏതൊരാളും ചൊല്ലും, ഇങ്ങനെ നമസ്കാരങ്ങളിൽ ചൊല്ലും. കാരണം ബാങ്കുകളിൽ നമ്മൾ കേൾക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില്ലാത്ത ബാങ്കില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത നമസ്കാരമല്ല. പക്ഷേ അതുകൊണ്ടായില്ല, നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് എപ്പോഴും സ്വലാത്തുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ആ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ എന്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. കാരണം നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുകളുണ്ടല്ലോ, അതെന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലണം എല്ലാ ദിവസവും. അതുപോലെ രാവിലെയും വൈകുന്നേരവും അതിന് കൈയും കടക്കുമില്ല. എത്രയും സ്വലാത്തുകൾ നമുക്ക് ചെല്ലാം. കാരണം ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലി എങ്കിൽ അവിടെ നിന്ന് പറയുകയാണ് 10 നന്മകൾ അവന്റെ മേൽ അല്ലാഹു ചൊരിയുകയാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതി. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 നന്മകളാണ്.
മാത്രമല്ല രണ്ടാമതായി റസൂലുള്ളാഹി പറഞ്ഞു, അവന്റെ 10 തിന്മകൾ മായ്ച്ചു കൊടുക്കും. നമ്മുടെ 10 തെറ്റ് റബ്ബ് സുബ്ഹാനഹു വ തആല മായ്ച്ചു തരും. മാത്രമല്ല അവന്റെ 10 ദറജകൾ, 10 പദവി നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉയർത്തിത്തരും. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് ഒരിക്കലും ഹിന്ദി പാട്ടുകളും അതല്ലെങ്കിൽ സിനിമാ പാട്ടുകളും കടന്നു വരാൻ പാടില്ല. അതിക്കുറിച്ചെല്ലാം വാഹനമോടിക്കുന്ന സഹോദര, ഓഫീസിൽ വെറുതെ ഇരിക്കുന്ന സഹോദര, വാട്സപ്പിലും മൊബൈലിലും കളിച്ചുകൊണ്ട് സമയം കളയല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ല്. നാളെ അത് ഖബറിലുണ്ടാകും. നാളെ പാരത്രിക ലോകത്ത് മീസാനിൽ കനം തൂങ്ങും. യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നൈമിഷികമാണ്, നശ്വരമാണ്. എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക, അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ സുന്നത്തുകൾ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ സർവ്വബദ്ധങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആശുപത്രികളിലും വീടുകളിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ റബ്ബ് ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറും അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറും വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അർഹം ശുഹദാ അൽ വതൻ വഖുവാതി തഹാലുൽ അബ്റാർ وأنزلهم منازل الأخيار وارفع درجاتهم في عليين. اللهم ارحم الشيخ سائر وشيخ مكتوم وشيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وأدم عليها الأمن والأمانة يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا رب.